FSCTUയുടെ നേതൃത്വത്തിൽ ജീവനക്കാരും അധ്യാപകരും ജില്ലാ താലൂക്ക് കേന്ദ്രങ്ങളിൽ സായാഹ്ന ധർണ നടത്തി. തൊഴിലാളി വിരുദ്ധ ലേബർ കോഡുകൾ പിൻവലിക്കുക, ഉന്നത വിദ്യാഭ്യാസ മേഖലയെ തകർക്കുന്ന നടപടികളിൽ നിന്നും കേന്ദ്ര സർക്കാർ പിന്മാറുക, തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിക്കുന്ന ബില്ല് പിൻവലിക്കുക, ഇൻഷുറൻസ് വിദേശവൽക്കരണ ബില്ല് പിൻവലിക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഇവർ ഉന്നയിച്ചു. കോട്ടയത്ത് ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ ജീവനക്കാരും അധ്യാപകരും പ്രകടനം നടത്തി. തുടർന്ന് തിരുനക്കര ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന ധർണ കേരള NGO യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് MA അജിത് കുമാർ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ നാട്ടിലെ കോടിക്കണക്കിന് വരുന്ന തൊഴിലാളികളുടെ താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ടാണോ, നമ്മുടെ നാട്ടിലെ മഹാഭൂരിപക്ഷം വരുന്ന സ്ത്രീകളുടെ അവകാശങ്ങൾ സംരക്ഷിച്ചുകൊണ്ടാണോ, ന്യൂനപക്ഷങ്ങളുടെ താല്പര്യം സംരക്ഷിച്ചുകൊണ്ടാണോ, എല്ലാവരുടെയും വിശ്വാസ പ്രമാണങ്ങളെ ചേർത്ത് പിടിക്കുന്നതാണോ? ഉണ്ടാക്കുന്ന ഓരോ നിയമനിർമ്മാണത്തേക്കും സൂക്ഷ്മമായി പരിശോധിച്ചാൽ പക്ഷപാതപരമായ തീരുമാനങ്ങളിലേക്ക് പോകുന്നു. എല്ലാവരുടെയും താല്പര്യങ്ങൾക്ക് പകരം തങ്ങൾ ലക്ഷ്യം വയ്ക്കുന്ന നിക്ഷിപ്തമായ താല്പര്യങ്ങളുടെ പുറത്ത് മാത്രം ചില വിഭാഗങ്ങളെ ഉയർത്തിക്കൊണ്ടുവരാൻ, ചില വിഭാഗങ്ങൾക്ക് കൂടുതൽ ആനുകൂല്യങ്ങൾ ലഭിക്കാൻ പര്യാപ്തമാവുന്ന രൂപത്തിലുള്ള നിയമനിർമ്മാണത്തിനാണ് ഇപ്പോൾ നമ്മുടെ പാർലമെന്റ് സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. MS സുരേഷ് അധ്യക്ഷനായി. KR അനിൽകുമാർ, TS അജിമോൻ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടയം.